ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്. അപ്പം പുട്ട് നനയ്ക്കാനായിട്ട് ആദ്യം ഉപ്പൊഴിക്കാം. ഉപ്പൊഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കാം. എന്നിട്ട് ചെറിയ ചൂടുവെള്ളം കുറച്ച് വലിയ ഉള്ളി എടുത്തത് ഗോതമ്പ് മാവാണ് കേട്ടോ. അപ്പം അതിലിട്ട് ഇളക്കണം. ഇതിലിട്ട് നനച്ചാലേ എനിക്ക് ശരിയാവുള്ളൂ. അപ്പം ചെറിയ തരിയായിട്ട് വരും. അപ്പം നമുക്ക് നനച്ചെടുക്കാം. ചെറുതിലിട്ട് നനയ്ക്കും. ഇനി തരി പുട്ടായിട്ട് വരണമെങ്കിൽ വലിയ ഇതിലിട്ട് നനയ്ക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ നല്ലതുപോലെ മാവ് പ്രസ് ചെയ്യും. അപ്പോഴേ ഈ തരിയായിട്ടിരിക്കും. ഇങ്ങനെ ആക്കണം. കഴുകി ഒത്തിരി ഇട്ടാക്കണം. നമുക്ക് പുട്ട് കുറ്റിയിൽ വാരി വയ്ക്കാം. തേങ്ങ വിരയിച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ ആദ്യം ഇട്ട് വെക്കാം. വേണ്ട തരിയായിട്ട് നനച്ച് ഇനി ഉണ്ട ഇട്ടും പുട്ട് അത് മാറ്റി വെക്കും. വേണ്ട ഇത് ഉണ്ടപ്പുട്ട് അത് സൈഡിനോട്ട് മാറ്റി വെക്കും. ബാക്കി തരിയുള്ള പുട്ട് ഫസ്റ്റ് അവിച്ച് മാറ്റും. എന്നിട്ട് ലാസ്റ്റ് എനിക്ക് ഉണ്ടായിട്ടുള്ള പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ലാസ്റ്റ് വരുന്ന ഞാനെടുക്കും. അതപ്പോൾ കുറ്റിയിലോട്ട് വാരിയിടാം. ഇനി തേങ്ങ ഇടാം. തേങ്ങ ഇട്ടതിന് ശേഷം വീണ്ടും മാവ് നിറച്ചു കൊടുക്കാം. വീണ്ടും തേങ്ങ ഇടാം. ഇനി നമുക്ക് കുറ്റിയിലോട്ട് വയ്ക്കാം. കുറ്റിയെല്ലാം കുടത്തിലോട്ട് വയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് മുട്ട പുഴുങ്ങാനായിട്ട് ഇടാം. അടുപ്പിൽ വയ്ക്കാം. മുട്ട കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം അത് വെള്ളം വെച്ച് കൊടുക്കാം. വെള്ളം വെച്ചതിന് ശേഷം മുട്ട ഇട്ട് കൊടുക്കാം. ഇടണ്ട, പതുക്കെ വെച്ച് കൊടുക്കാം. ഇട്ടാ പൊട്ടി പോവും. എനിക്ക് അബദ്ധം പറ്റുമായിരുന്നു. ഞാൻ മുട്ട ഇതുപോലെ പുഴുങ്ങാനായിട്ട് ഇടുമ്പോൾ ചില മുട്ട ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും പൊട്ടിപ്പോകും. പൊട്ടുമ്പോൾ പിന്നെ അത് തിളച്ച് വരുമ്പോഴത്തേക്ക് അത് പല സ്ഥലത്തൊക്കെ ആയിപ്പോയി ഒരുമാതിരിയാവും, വിട്ടുപോകും മുട്ട. അങ്ങനെ മുട്ട പുഴുങ്ങാൻ വെച്ച് പുട്ട് ആവിയെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് മുട്ട പുഴുങ്ങിയതിന് ശേഷം ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചായ ഇടാം. നമുക്ക് പുട്ട് കുത്തിയിടാം. പുട്ട് കുത്താനേ ഞാൻ എടുക്കുന്നത് പിച്ചാത്തിയാണ്. സൂപ്പറാണ്. പെട്ടെന്ന് വരും. പുട്ട് നോക്കിക്കോളണേ. കണ്ടോ?
നല്ല തരി തരിയായിട്ടുള്ള പുട്ട്. ഇനി നമുക്ക് അടുത്തത് മാവ് നിറച്ചു കൊടുക്കാം. മാവ് നിറച്ച് തേങ്ങ ഇട്ടതിന് ശേഷം മാവ് വാരിയിട്ടിട്ട് ഇത്തിരി സ്പീഡ് കൂട്ടാം, സമയം പോകും. മാവ് നിറച്ചതിന് ശേഷം ഇനി വെച്ച് കൊടുക്കാം. വെച്ച് ഒരടുപ്പിന് മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് എന്താ ചെയ്യാം, ചായക്ക് വെള്ളം വെക്കാം. ഇങ്ങനെ ചായക്ക് വെള്ളം വെച്ച് ഇനി തേയില ഇട്ട് കൊടുക്കാം. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, വെള്ളം അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ തേയില അടുപ്പിൽ വെച്ചതിന് ശേഷം തേയില ഇട്ടതിന് ശേഷം എന്ത് ചെയ്യും, പഞ്ചസാര ഉണ്ട്. ഇത് പെട്ടെന്ന് ഈ അടുപ്പെന്ന് പറഞ്ഞാൽ നല്ല തീയാണ്, പെട്ടെന്ന് ഇതാവും. എല്ലാം 4 അടുപ്പുണ്ട് ഗ്യാസിൽ, അപ്പം അത് പെട്ടെന്ന് എല്ലാം ആവും. തേയില ഇട്ട് പഞ്ചസാര ഇട്ട് മുട്ട അടന്ന് തിളച്ച് മറിയും. അപ്പം ഇതിനി എല്ലാം റെഡിയാക്കിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പം ഞങ്ങൾക്ക് ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. വെള്ളം തിളയ്ക്കും, പാലൊഴിക്കും. മുരളിയുടെ പാലാണ് കേട്ടോ, ബോട്ടിൽ. കാട്ടി ലിയോ ചായ കുടിക്കണമെന്ന് ലിയോയ്ക്ക് ഇത്തിരി ചായ എടുക്കും, പക്ഷെ കട്ടി കുറഞ്ഞാൽ ലിയോ കുടിക്കില്ല ഡോഗ്. അപ്പം അവന് കുറച്ച് പാലും കൂടെ ഒഴിച്ച് അവന് പ്രത്യേകം ഇട്ട് കൊടുക്കണം. കട്ടി കുറഞ്ഞാൽ അതൊന്നും കുടിക്കുകയൊന്നുമില്ല. അവൻ ആരാ മോൻ. അപ്പം ഇനി അടുത്ത പുട്ട് കുത്താം. ഇവിടെ ചൂട് അടുത്ത കുത്തിയില്ല. കണ്ട ഇപ്പം പുട്ട് വരുന്ന കണ്ട. ഇപ്പൊ ചായ അടുപ്പിൽ തിളയ്ക്കുന്നുണ്ട്, മുട്ട തിളച്ച് പൊങ്ങുന്നുണ്ട്, തിളച്ച് മറിയണം. പിന്നെ പുട്ട് ഇനി അടുത്തത് പാല് വയ്ക്കാം. ഇനി എല്ലാം കഴിഞ്ഞതിന് ശേഷം കാണിക്കും. അങ്ങനെ പുട്ട്, മുട്ട, ചായ, പഴം, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഓക്കെ, ബൈ.